അപ്പോൾ നമ്മുടെ കുറ്റിപ്പയർ നിൽക്കുന്നുണ്ടോ? നമ്മൾ കൂടുതലും വള്ളിപ്പയറായിടുന്നത്, അങ്ങനെ കുറ്റിപ്പയർ നടാറില്ല. അപ്പം എന്താ ഇതിനകത്ത് ഒരെണ്ണം വിളഞ്ഞ് നിൽപ്പുണ്ട്. നാടൻ വിത്തിനമാണ് കേട്ടോ, അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ വിത്തെടുക്കാൻ പറ്റും. ആ കുറ്റിപ്പയറാണെങ്കിൽ നല്ല പയറാണ്, നന്നായിട്ട് മെഴുക്ക് വറ്റാനൊക്കെ പറ്റുന്ന പയറാണ്. ഞാൻ നന്നായിട്ട് പിടിക്കുന്നുണ്ട്. ഇത് ഒരു ഞെട്ടിലൊക്കെ ഇത് ഉണ്ടോ 4 എണ്ണം വെച്ചൊക്കെ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. വേണ്ട ഉണ്ടോ? നമ്മുടെ ഈ സ്ഥലത്തൊക്കെ കുറ്റിപ്പയറല്ല കൂടുതലായിട്ട് എല്ലാവർക്കും വള്ളിപ്പയർ. ആണോ? പയറ് വേണ്ട നന്നായിട്ട് പിടിക്കുന്നുണ്ട്. ഇത് കണ്ടോ? വേണ്ട. ഇപ്പം നമ്മുടെ കുറ്റിപ്പയർ, നമ്മളെ വള്ളിപ്പയർ കൃഷി ചെയ്യുന്ന അത്ര പ്രയാസമൊന്നുമില്ല കേട്ടോ. നമ്മളിത് വെറുതെ ഇവിടെ നമ്മുടെ സാധാ നടുന്ന കൂട്ട്, നമ്മൾ മുളകും തൈയൊക്കെ നടുന്ന കൂട്ട് ഞാൻ ഈ ട്രിപ്പിനകത്ത് നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇതാ കണ്ടോ? ഇതിനകത്ത് കണ്ടോ 2-3 എണ്ണം വെച്ചൊക്കെ നമുക്ക് പിടിച്ച് കിട്ടുന്നുണ്ട്. ഇതുണ്ട്, നന്നായിട്ട് പിടിച്ച് വരുന്നുണ്ട്. നമുക്ക് ഒരു വലിയൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ സാധനങ്ങൾ വിപണനം ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്കില്ല. അപ്പോൾ ഇതാ ഇതുണ്ടോ, ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിന് ഇതേപോലെ ആരെങ്കിലുമൊക്കെ നമ്മളിത് വിളവെടുക്കുമ്പോഴത്തേക്ക് തന്നെ ആളുകൾ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും. അപ്പം നമ്മുടെ ഈ സാധനങ്ങൾക്ക് പ്രത്യേകിച്ചൊരു വിപണി വില അങ്ങനെയൊന്നുമല്ല. അപ്പം ഞാൻ സ്ഥിരമായിട്ട് തന്നെ ഇതിനൊരു റേറ്റ്, ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത റേറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിലയ്ക്കാണ് സാധനങ്ങൾ സെയിൽ ചെയ്യുന്നത്. അപ്പം വലിയ വില കൂടുതലായിട്ട് പച്ചക്കറികൾ നല്ല വില കൂടത്തില്ലേ, ആ സമയത്തും എല്ലാം ഈ ഒരു റേറ്റിൽ തന്നെ ആയിരിക്കും നമ്മൾ അവർക്ക് പച്ചക്കറികൾ കൊടുക്കുന്നത്. പക്ഷേ എനിക്ക് നടുമ്പോൾ ഇത് കൂട്ട് നന്നായിട്ട് പിടിക്കുമെന്നുള്ള വലിയ ഇതൊന്നുമില്ല. ഞാൻ പണ്ട് നേരത്തെ ഒന്ന് നട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ അപ്പോഴാ ഇത് വാങ്ങിക്കാൻ ആളില്ലാഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ കുറ്റിപ്പയർ നടുന്ന ഞങ്ങൾ നിർത്തിയായിരുന്നു. അപ്പം പിന്നെ ഒന്നൊരാഗ്രഹം ഇങ്ങനെ ഓരോരുത്തരത്ത് കുറ്റിപ്പയർ നിൽക്കുന്ന കണ്ടപ്പോൾ. അപ്പോൾ നമ്മൾ ആദ്യമേ നമ്മൾ അടിവളമായിട്ട് നമ്മൾ ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പ് മണ്ണാക്കൊക്കെ കൊടുത്തിട്ടാണ് ഇത് നട്ടിരിക്കുന്നത്. പിന്നെ ഇതിന് പ്രത്യേകിച്ച് ഞാൻ മേൽവളമായിട്ടൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ നമ്മൾ ഇവിടെ ട്രിപ്പിനകത്ത് നമ്മൾ